തീർച്ചയായിട്ടും കേരളം ഒരുപക്ഷെ രാജ്യം തന്നെ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഭീഷണമായിട്ടുള്ള ഒരു പ്രകൃതി ദുരന്തമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഈ സംഭവം നടന്ന മണിക്കൂറുകൾക്കകം ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കുള്ള സഹായധനവും അതോടൊപ്പം പരിക്കുപറ്റിയവർക്കുള്ള സഹായധനവും ഒക്കെ പ്രഖ്യാപിച്ചു. മാത്രമല്ല കേന്ദ്ര സേനകളുടെ മുഴുവൻ കരസേനയാണെങ്കിലും നാവികസേനയാണെങ്കിലും വ്യോമസേനയാണെങ്കിലും ഈ എല്ലാ സേനകളും പരിശീലനം സിദ്ധിച്ചിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഇവിടുത്തെ പങ്കാളിത്തം ഈ പ്രദേശത്തെ ദുരന്ത നിവാരണത്തിന് വലിയ സഹായകരമായിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ അരുവി ഒരു ഏതാണ്ട് നദിയായിട്ട് മാറിയിരിക്കുന്ന, അതിനെ മറികടന്ന് അതിനെ കടന്ന് ഇപ്പുറത്ത് വന്നിട്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്താൻ ദുരിതാശ്വാസ പ്രവർത്തകർ ബുദ്ധിമുട്ടിയിരുന്ന ഘട്ടത്തിൽ ബെയിലി പാലം നിർമ്മിക്കാൻ സേനക്കല്ലാതെ മറ്റാർക്കും സാധിക്കുമായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവിധത്തിലുള്ള പങ്കാളിത്തവും കേന്ദ്ര സർക്കാർ ഇതിൽ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ആശ്വാസ വാർത്ത കൂടി അല്പം മുമ്പ് കേട്ടു. മുണ്ടക്കയിൽ കഴിഞ്ഞ 4 ദിവസത്തിന് ശേഷവും ഒരു കുടുംബം ജീവൻ്റെ തുടിപ്പ് ബാക്കി നിൽക്കുന്ന 4 പേരുടെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും അഭിമാനവും സന്തോഷവും നൽകുന്ന ഒരു കാര്യമാണ്. അത് ഒരു ഒറ്റപ്പെട്ട സംഭവമാകരുതേ എന്ന് പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. തീർച്ചയായും സൈന്യത്തിൻ്റെ സേവനം ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. ഇത്തരത്തിലുള്ളൊരു പാലം നിർമ്മിക്കുന്നു, അതായത് ഇങ്ങോട്ട് കടക്കുവാൻ വേണ്ടി റോപ്പ് ഉപയോഗിച്ചാണ് കടന്നിരുന്നത്. മറ്റ് പാലങ്ങൾ നിർമ്മിച്ചെങ്കിലും അതൊക്കെ വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇന്ത്യൻ സൈന്യം യുദ്ധത്തിൽ മാത്രമല്ല സമാധാന കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള ദുരന്തങ്ങളിലും അതുപോലെയുള്ള ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ എത്തിക്കുന്ന കാര്യത്തിലും ഒരിക്കലും മടി കാണിച്ചിട്ടുള്ളവരല്ല. അവർ പരിശീലനം സിദ്ധിച്ചവരാണ്. ഇന്ത്യൻ സൈന്യം നമ്മുടെ നാടിൻ്റെ അഭിമാനം ആണ് എന്നുള്ളത് ഒരിക്കൽ കൂടി നമുക്കെല്ലാവർക്കും വളരെ അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി പറയാൻ കഴിയുന്ന അനുഭവങ്ങളാണ് കഴിഞ്ഞ 4 ദിവസമായിട്ട് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് മുഴുവൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ എത്തിയിട്ട് പല ആളുകളോടും സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. തീർച്ചയായും BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. സേവാഭാരതി അടക്കമുള്ള സംഘടനകൾ ഇവിടെ സേവനം ചെയ്യുന്നുണ്ട്. അതെങ്ങനെ നോക്കിക്കാണും? തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ തന്നെ ഈ ദുരന്തമുണ്ടായപ്പോൾ ഉടൻ തന്നെ സംസ്ഥാന അധ്യക്ഷനോട് നിർദ്ദേശിക്കുകയും അതിനെ തുടർന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെയും യുവമോർച്ചയുടെയും പ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം സേവാഭാരതി കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ പ്രളയകാലത്താണെങ്കിലും അതിനുശേഷം ഉണ്ടായിട്ടുള്ള വിവിധ ദുരന്തങ്ങളിൽ സേവാഭാരതി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ പകരം വെക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. സേവാഭാരതി ആ പ്രവർത്തനം ഇവിടെയും തുടരുന്നു. ആ കാര്യത്തിൽ സേവാഭാരതിയുടെ പ്രവർത്തനം എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റിയിട്ടുള്ള പ്രവർത്തനമാണ്. തീർച്ചയായും സാർ, ഒരു ചോദ്യം കൂടെ. മാധവ് ഗാഡ്ഗിൽ പറഞ്ഞത് ഇപ്പോൾ സത്യമാണെന്ന് തെളിയിക്കുന്ന ഒരു സാഹചര്യമല്ലേ ഇത്? തീർച്ചയായിട്ടും അത് കേരളത്തിലെ ജനങ്ങളും സർക്കാരും ഈ കാര്യം ഓർമ്മ വെക്കേണ്ട കാര്യമാണ്. അതായത് പാരിസ്ഥിതിക ദുർബല പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുകയും പാരിസ്ഥിതിക ദുർബല പ്രദേശങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ പരിസ്ഥിതി മാത്രമല്ല, അവിടുത്തെ പ്രദേശം മാത്രമല്ല, ജീവന് അപകടത്തിലാകുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യമാണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ഇനിയെങ്കിലും സർക്കാരും ജനങ്ങളും തിരിച്ചറിയേണ്ട സമയം ആയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്.